ഇന്നലെ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡൽഹിയിൽ വന്നിട്ട് ഒരു പ്രഖ്യാപനം നടത്തി. ആ പ്രഖ്യാപനം പുൽപ്പറ്റയിലെ എന്നെയും നിങ്ങളെയും ബാധിക്കുന്നത്. ആ പ്രഖ്യാപനത്തിന്റെ ഭാഗമായി അദ്ദേഹം വായിച്ച ഈ രാജ്യത്തെ 12 സംസ്ഥാനങ്ങളുടെ പേരുകളിൽ നാം ജീവിക്കുന്ന കേരളത്തിന്റെയും പേരുണ്ടായിരുന്നു എന്നതാണ്. SIR എന്ന് പറയുന്ന വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്ന പ്രക്രിയ ഇതാ കേരളം അടക്കം രാജ്യത്തെ 12 സംസ്ഥാനങ്ങളിൽ ആരംഭിക്കാൻ പോകുന്നു എന്ന് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കുമ്പോ അവിടെയും ഈ വാക്ക് ഇന്നലെ ഞാൻ കേട്ടു. എന്താണ്? ആജ് രാത് 12 ബജെ സേ, ഇന്ന് രാത്രി 12 മണി മുതൽ. എന്താണ്? ഇന്നലെ രാത്രി 12 മണിക്ക് സംഭവിച്ച ആ കാര്യം ഇന്നലെ ഉച്ചയ്ക്ക് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാധ്യമങ്ങളോട് പറഞ്ഞ SIRന്റെ ഭാഗമായി ഇന്നലത്തെ പാതിരാവിൽ ഞാനും നിങ്ങളും താമസിക്കുന്ന ഈ കേരളത്തിൽ നടന്ന ആ കാര്യം എന്താണ്? നമ്മുടെ വോട്ടർ പട്ടിക, പ്രിയപ്പെട്ടവരെ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മരവിപ്പിച്ചിരിക്കുന്നു എന്നാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ P ഉബൈദുള്ള വോട്ട് കൊടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടിക, അതിനപ്പുറത്ത് പാർലമെന്റിൽ നിങ്ങൾ ET മുഹമ്മദ് ബഷീറിന് വോട്ട് കൊടുത്ത പാർലമെന്റിന്റെ വോട്ടർ പട്ടിക, ഇന്നലെ രാത്രി മുതൽ ഈ രാജ്യത്ത് അങ്ങനെ ഒരു രേഖയില്ല. ആ വോട്ടർ പട്ടിക മരവിപ്പിക്കപ്പെട്ടിരിക്കുന്നു, അതിന് വിലയില്ലാതായിരിക്കുന്നു എന്ന് മാത്രമല്ല, ഇന്നു മുതൽ ഈ രാജ്യത്തെ 12 സംസ്ഥാനങ്ങളിൽ ഒന്നായി കേരളത്തിലും SIR ആരംഭിക്കുകയാണ്. സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്നാണ് അതിന്റെ പേര്. കേരളത്തിൽ അത് എങ്ങനെ നടക്കുമെന്ന് ചോദിച്ചാൽ ഞാൻ ചുരുക്കി പറയാം. 2002 വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടോ? നിങ്ങളുടെ പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബൂത്ത് ലെവൽ ഓഫീസർമാർ, അവർ ഈ പുൽപ്പറ്റ പഞ്ചായത്തിലെ ഈ വാർഡിൽ, ഈ പള്ളിപ്പടിയിൽ എല്ലാവരുടെയും വീട്ടിൽ ഒരു ഫോം എത്തിക്കും. ആ ഫോം നിങ്ങൾ വാങ്ങി വെക്കണം. 2002 വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് പരിശോധിക്കണം. അങ്ങനെ പേരുണ്ടെങ്കിൽ ആ വോട്ടർ പട്ടികയുടെ ഏത് പേജിൽ, ഏത് നമ്പർ ബൂത്തിൽ എത്രാമത്തെ പേരാണ് നിങ്ങളുടേത് എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ഒരു അഫിഡവിറ്റ് കൊടുക്കണം. 2002 വോട്ടർ പട്ടികയാണ് ഇതിന്റെ അടിസ്ഥാന വോട്ടർ പട്ടിക. ആ വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ നിങ്ങൾ ആ വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേര് ഏത് പേജിൽ എത്രാം നമ്പറായി, ഏത് വാർഡിൽ, ഏത് ബൂത്തിൽ വരുന്നു എന്നൊരു അഫിഡവിറ്റ് കൊടുത്താൽ മതിയാവും. ഇനി അതില്ലെങ്കിലോ നിങ്ങൾ കുടുങ്ങാൻ പോവുക. നിങ്ങളെ 3 കാറ്റഗറി ആയിട്ടിരിക്കും എന്നാണ്. 1987 മുൻപ് ജനിച്ചവർ, 2087 2003 ഇടയിൽ ജനിച്ചവർ, 2003 ശേഷം ജനിച്ചവർ. നിങ്ങൾ 87 മുൻപാണ് ജനിച്ചതെങ്കിൽ, എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ജനറേഷൻ ആണെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങളെക്കാൾ മുതിർന്നവരാണെങ്കിൽ, നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റും ജനന സ്ഥലവും തെളിയിക്കണം. നിങ്ങൾ ഇന്ത്യ മഹാരാജ്യത്തെ ഇന്ന സ്ഥലത്ത് ഇന്ന ദിവസം ജനിച്ച ആളാണ് എന്ന് തെളിയിക്കുന്ന ഔദ്യോഗിക രേഖ നിങ്ങൾ ഹാജരാക്കണം എന്നതാണ്. ഇനി 87 2003 ഇടയിലാണെങ്കിലോ നിങ്ങളുടെ ജനന സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ മാതാവിന്റെയോ പിതാവിന്റെയോ ഏതെങ്കിലും ഒരാളിന്റെ ജനന സർട്ടിഫിക്കറ്റിനോടൊപ്പം നിങ്ങൾ ഹാജരാക്കണം. 2003 ശേഷമാണെങ്കിലോ 2003 ശേഷമാണെങ്കിൽ നിങ്ങളുടെ ജനന സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ മാതാപിതാക്കൾ 2 പേരുടെയും ജനന സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കണം എന്നാണ്. ഞാനിത് പറയുമ്പോ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഈ അടിച്ചേൽപ്പിക്കൽ, ഈ പാതിരാവിന്റെ കണക്ക് വെച്ച് ജനങ്ങളെ വെറുപ്പിക്കൽ, നമുക്കറിയാം. ഈ വോട്ട് ചേർക്കൽ, ഈ വോട്ടർ പട്ടിക പരിഷ്കരിക്കൽ, അതിൽ മരണപ്പെട്ടവരുടെ വോട്ടുകൾ വെട്ടിമാറ്റൽ, അതിൽ താമസം മാറിയവരുടെ വോട്ട് മറ്റൊരിടത്തേക്ക് മാറ്റൽ, ഇത് ഈ കേരളത്തിൽ ദിവസങ്ങൾക്ക് മുൻപ് കഴിഞ്ഞ ഒരു പ്രക്രിയയാണ്. നടക്കാനിരിക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് വേണ്ടി ഈ കേരളത്തിൽ വളരെ കൃത്യമായി ജനങ്ങൾ അണിനിരന്ന് രാഷ്ട്രീയ പാർട്ടികൾ പങ്കെടുത്ത് കേരളത്തിന്റെ ഇലക്ഷൻ മോണിറ്ററിംഗ് സംവിധാനങ്ങൾ പ്രവർത്തിച്ച് ഈ കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ പ്രക്രിയ പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഈ കേരളത്തിൽ ഇപ്പോ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കാൻ പോകുന്ന വോട്ടർ പട്ടിക അത് ഏറ്റവും ലേറ്റസ്റ്റ് ആണ്. ഇനി നമ്മൾ അതനുസരിച്ച് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് പോവാൻ പോവാണ്. നവംബർ മാസം 5-ാം തീയതി ഒരുപക്ഷെ നോട്ടിഫിക്കേഷൻ വന്നേക്കാം. പിന്നെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കണം, ഈ തെരഞ്ഞെടുപ്പിന്റെ സന്നാഹങ്ങൾ നടത്തണം, അതിന്റെ ബാലറ്റ് പേപ്പർ തയ്യാറാക്കണം, അതിന്റെ ബാലറ്റ് പെട്ടികൾ തയ്യാറാക്കണം,
അതിന്റെ പോളിംഗിന് വേണ്ട ക്രമീകരണങ്ങൾ വേണം, അതിന്റെ വോട്ടെണ്ണണം, ആ വോട്ടെണ്ണി ഫലം പുറത്തുവിടണം. ഈ കേരളത്തിൽ ഡിസംബർ മാസം 20-ാം തീയതിക്കുള്ളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ പ്രക്രിയ പൂർത്തിയാവണം. അതിന്റെ കൂടെ തന്നെ എന്തുകൂടി നടക്കണം? ഞാൻ ഈ പറഞ്ഞ എന്റെയും നിങ്ങളുടെയും ഈ രാജ്യത്തെ ഏതാണ്ട് കേരളത്തിലെ 2.25 കോടി വരുന്ന വോട്ടർമാർ, അവരെല്ലാവരും വോട്ടർ പട്ടികയിലേക്ക് ഒന്നുകൂടി പേര് ചേർക്കണം. എന്ന് വെച്ചാൽ കഴിഞ്ഞ മാസം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് വേണ്ടി ഈ കേരളത്തിൽ നടത്തിയ പ്രക്രിയ ഈ വരുന്ന മാസവും നമ്മൾ നടത്തണം എന്നാണ്. അതിലൊരു വീഴ്ച വന്നാലോ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വോട്ടുണ്ടായത് കൊണ്ട് കാര്യമില്ല, കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും വോട്ടുണ്ടായത് കൊണ്ട് കാര്യമില്ല. ഏറ്റവും ഒടുവിൽ നടന്ന മലപ്പുറത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയിട്ടും കാര്യമില്ല. ഈ പ്രക്രിയയിൽ ഭാഗമായില്ലെങ്കിൽ, ഇതിന്റെ ഭാഗമായി വോട്ടർ പട്ടികയിൽ പേര് ചേർത്തില്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഈ രാജ്യത്ത് വോട്ടവകാശം ഉണ്ടാവില്ല എന്നതാണ്. ഇവിടെ പ്രവാസികളുണ്ടല്ലോ, പ്രവാസികൾക്ക് ഉണ്ടാവാൻ പോകുന്ന പ്രശ്നം ഇപ്പോ പുൽപ്പറ്റ ഇവിടുത്തെ KMCC നേതാക്കന്മാരൊക്കെ ഇവിടെ ഉണ്ടല്ലോ. തെരഞ്ഞെടുപ്പ് വന്നാൽ സ്വാഭാവികമായും നമ്മുടെ പ്രവർത്തകരായ KMCC-ക്കാരോട് മുഴുവൻ നമ്മൾ പറയും, എന്താ പറയാ, നിങ്ങളെ ലീവൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ആക്കണം, കഴിയുന്നതും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് നാട്ടിലെത്താൻ നോക്കണം. അതെന്തിനാ? ഒരു വോട്ട് ചെയ്ത് പോവാം നമ്മുടെ പാർട്ടിക്ക്. 5 വോട്ടിനും 10 വോട്ടിനും ഒക്കെ ആണെങ്കിൽ ജയിക്കും നോക്കുകയും ചെയ്യാം. 10 KMCC-ക്കാരുടെ വോട്ടുണ്ടെങ്കിൽ അത് പ്രധാനമാണ്. അവരിൽ പലരും അങ്ങനെ പിന്നെ അവധി ക്രമീകരിച്ചു വരും, പാർട്ടിക്ക് ഒരു വോട്ട് ചെയ്തു പോകും. പ്രിയപ്പെട്ടവരെ, ഈ പുൽപ്പറ്റയിലെ ഒരു ഗൾഫുകാരന്റെ വീട്, ആ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇവർ നോട്ടീസ് കൊടുക്കുന്നു. ആ നോട്ടീസ് കൈപ്പറ്റുന്ന ആ ഗൾഫുകാരന്റെ പേര് ആ 2002 വോട്ടർ പട്ടികയിൽ ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, ഇതുമായി ബന്ധപ്പെട്ട ഒരു ഹിയറിംഗ് ഉണ്ടായാൽ അയാൾ നേരിട്ട് ഹാജരാവണം. എന്ന് വെച്ചാൽ ഈ രേഖകൾ ഇവിടുത്തെ BLOയെ കാണിക്കാൻ, തന്റെ വോട്ടവകാശം ഉറപ്പിച്ചു കിട്ടാൻ ഒരു പ്രവാസിക്ക് ഈ രാജ്യത്ത് ഒരു വട്ടം വന്നു പോകേണ്ടി വരും എന്നാണ്. എത്ര പേരെ കൊണ്ട് കഴിയുന്ന കാര്യം അത്? അതിനു വേണ്ടിയിട്ട് ലീവ് എടുത്ത് വരിക, അതിനുവേണ്ടി ടിക്കറ്റ് എടുക്കുക, അതിനുവേണ്ടി 2 ആഴ്ചത്തെ ജോലി കളയുക. ഈ കേരളത്തിലെ പാവപ്പെട്ട പ്രവാസികളിൽ വലിയൊരു വിഭാഗം, ഇവിടുത്തെ കുടിയേറ്റ തൊഴിലാളികളിൽ വലിയൊരു വിഭാഗം, അവർക്ക് വോട്ടവകാശം നിഷേധിക്കപ്പെടുന്ന, ഒരുപക്ഷെ കേരളത്തിൽ ആ പ്രക്രിയ പൂർത്തിയാകുമ്പോ 50 ലക്ഷം പേരുടെ വോട്ടവകാശം നഷ്ടപ്പെട്ടേക്കാം എന്ന അപകടകരമായ ഭീകരമായ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് നമ്മളും പോവാണ്. പ്രിയപ്പെട്ടവരെ, ഈ കഴിഞ്ഞ മാസാണ് ഈ ബീഹാറിൽ ഇത് നടന്നപ്പോ അവിടെ 67 ലക്ഷം പേർക്ക് വോട്ട് നഷ്ടപ്പെട്ടു. 67 ലക്ഷം പേരുടെ വോട്ട് പോയി ബീഹാറിൽ. നമ്മളിവിടെ ലീഗിന്റെ പൊതുസമ്മേളനങ്ങളിൽ മുഴുവൻ പ്രസംഗിച്ചു. ഇത് കേരളത്തിലേക്കും വരാൻ പോവാണ്. പ്രിയപ്പെട്ടവരെ, ഉത്തരേന്ത്യയിൽ നാം കേട്ട ആ വാർത്തകൾ, ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട എഴുതാനും വായിക്കാനും അറിയാത്ത പാവപ്പെട്ട മനുഷ്യരെ ജനാധിപത്യത്തിന്റെ പുറംപോക്കിലേക്ക് വലിച്ചെറിയുന്ന, അവരുടെ വോട്ടവകാശം, അവരുടെ പൗരത്വം, അടിസ്ഥാനപരമായ ഇന്ത്യക്കാരെന്ന അവരുടെ മേൽവിലാസം, അതൊക്കെ തിരിച്ചു വാങ്ങുന്ന നരേന്ദ്രമോദിയുടെ ഫാഷിസം ഇതാ നിങ്ങളുടെ വീടിന്റെ വാതിലിലും ഈ മാസം മുതൽ മുട്ടാൻ പോകുന്നു എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ. SIR-ന്റെ ഈ കാലം, വോട്ട് ചോരിയുടെ ഈ കാലം, പുൽപ്പറ്റയിലെ ഒരു പാവപ്പെട്ട മനുഷ്യന്റെ വോട്ടവകാശം അവരൊന്നുകൂടി പരിശോധിക്കാൻ പോവാണ്. ആവർത്തിച്ച് ഞാൻ പറഞ്ഞില്ലേ, ചോദിക്കുന്നത് ജനനപത്രികകളാണ്. നീ ജനിച്ചത് എവിടെ? നിന്റെ ഉപ്പ ജനിച്ചത് എവിടെ? നിന്റെ ഉമ്മ ജനിച്ചത് എവിടെ? എന്ന് വെച്ചാൽ പ്രിയപ്പെട്ടവരെ, പിൻവാതിലിലൂടെ നിങ്ങളുടെയൊക്കെ വാതിലിൽ വന്നു മുട്ടുന്നത് ഒരു തരത്തിലുള്ള NRC ആണ് എന്ന ബോധ്യമുണ്ടാവണം.